അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറ ഭയത്തോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. അതെ, അദ്ദേഹത്തിൻ്റെ നോട്ടം രൂക്ഷമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതാ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട്, നൂറ, നീ വന്നോ വേണേ? എന്തായാലും വന്നല്ലോ, സന്തോഷമായി ഇക്കാൻ്റെ കുട്ടി. ആ പിന്നെ എന്താ, സുഖല്ലേ വീട്ടിലൊക്കെ എല്ലാവർക്കും? അവൾ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവമാറ്റത്തിൽ ഞെട്ടിപ്പോയി. ആ എന്തടി മിണ്ടുന്നില്ലേ? നിനക്കെന്ത് നാവിറങ്ങിപ്പോയോ? സുഖല്ലേ വീട്ടുകാർക്കൊക്കെയെന്ന്? ആ സുഖമാണ്. ആ ഓക്കെ ഓക്കെ. എന്താ, ആരെ നിന്നെ കൊണ്ടുവന്നത്? ആരുടെ ഓട്ടോയിലാണ് കൊണ്ടുവന്നത്? അത് ഞങ്ങൾ ഉപ്പ വേറെ ഓട്ടോ വിളിച്ച് തന്നതായിരുന്നു. ആ അതെന്താ, ആ പരിചയക്കാരെ ഓട്ടോ വല്ലതാണോ? അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ, ഉപ്പ ഓട്ടോ വിളിച്ച് തന്ന് ഇവിടേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പരിചയം ഉണ്ടാവും. വീട്ടിലേക്ക് കയറി ഇറങ്ങുന്ന ഓട്ടോക്കാരനാണോ? ഒരു നിമിഷം അവൾ ഒന്ന് പകച്ചു. എന്ത്? അല്ലേ, വീട്ടിലേക്ക് എപ്പോഴും സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഓട്ടോക്കാരനാണോ എന്നാണ് ചോദിച്ചത്. അത് എനിക്കറിയില്ല അയാളെ. ഓ അങ്ങനെ, അപ്പോൾ അറിയില്ല അല്ലേ? ഓക്കെ, നീ എന്തായാലും വന്നു. നീ എന്തിനാ വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ. പക്ഷെ നീ എന്തിനാ വീണ്ടും വന്നത്? അത് ഉമ്മ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ. ഉമ്മ കൊണ്ടുവരാൻ വന്നത് എന്തിനാ നിനക്കറിയോ? ഇല്ല. ആ നീ ഈ റൂമിലേക്ക് കടക്കുന്നോ അതോ അവിടെ നിൽക്കുകയാണോ? കടക്കുകയാണെങ്കിൽ കടക്കുക, അല്ലാതെ വാതിൽക്കൽ എന്നിട്ട് സംസാരിക്കാനല്ല. നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക. അവിടെ അതാ ഒരു ചെയർ ചൂണ്ടിയിട്ട് കാണിച്ചു കൊടുത്തു. അവൾ അല്പം ഭയത്തോടെ അങ്ങോട്ട് കടന്നു. എന്താ ഇരിക്കുന്നില്ലേ? ഞാൻ നിന്നോളാം. അതെന്താ, ഇരിക്കാനാ പറഞ്ഞത്. അവൾ ഭയത്തോടെ ഇരുന്നു. ആ ഉമ്മ കൊണ്ടുവന്നു അല്ലേ നിന്നെ? ശരിയാണ്, ഉമ്മ കൊണ്ടുവന്ന എന്തിനായിരിക്കും? ഉമ്മ അത് ഹസ്ബൻഡിന് നിൽക്കാക്ക് ഒഴിവില്ലാത്തപ്പോൾ ഉമ്മ കൊണ്ടുവരുന്നില്ലേ, നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓഹോ അങ്ങനെ ആയിരിക്കും അല്ലേ? ഞാൻ കൊണ്ടുവരുന്ന എന്തിനായിരിക്കും നിന്നെ? ഉമ്മ കൊണ്ടുവന്ന് എന്തിനായിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവരുന്നത്. പക്ഷേ ഞാൻ നിന്നെ കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് നിൻ്റെ ആവശ്യവുമില്ല. ഉമ്മയാണ് നിന്നെ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഉമ്മക്കാണ് നിന്നെ ആവശ്യം. അപ്പോൾ പിന്നെ ഈ റൂമിലേക്ക് നീ വലിഞ്ഞു കയറി വരുന്നതിൽ എന്തെങ്കിലും വല്ല അർത്ഥമുണ്ടോ? നിനക്ക് വല്ല ആവശ്യം ഇവിടെ ഉണ്ടോ? എൻ്റെ നിസ്കാരക്കുപ്പായൊക്കെ ഇവിടെയാണ്. അത് ഓ അങ്ങനെ. അപ്പം നേരത്തെ ഉമ്മ തന്നിരുന്നു. ആ ഓക്കെ ഓക്കെ. അപ്പോഴേ നൂറ, ഞാൻ ഒരു കാര്യം പറയാം. ഇതെൻ്റെ ബെഡ്റൂമാണ്. നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല, കിടക്കാം, നിലത്ത് വേണമെങ്കിൽ കിടക്കാം, അവിടെ ബെഡിലേക്ക് കയറരുത്, കിടക്കരുത്. പക്ഷേ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും. ഉമ്മ എന്നോട് പറഞ്ഞപ്പോഴേ എതിർത്തതാണ്. ഉമ്മാക്കൊരു തരം വാശി. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല. നിനക്ക് പോകാം. ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറയുന്നേ ഇല്ല. നിൻ്റെ ആവശ്യം എനിക്കില്ല. ഉമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഉമ്മ പറഞ്ഞേക്കും, കാരണം ഉമ്മാക്ക് ഉമ്മാൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ. ഉമ്മാൻ്റെ കാര്യങ്ങൾ എന്താ? ഉമ്മാക്ക് അവിടെ അടിച്ചു വാരണം, തുടക്കണം, ക്ലീൻ ചെയ്യണം, പാത്രം കഴുകണം, അങ്ങനെ എല്ലാ പണികളും ഉമ്മാനെ സഹായിക്കാൻ ഒരു വേലക്കാരിയുടെ കാര്യം പറഞ്ഞതായിരുന്നു. അപ്പോൾ ഫൗസിയ എൻ്റെ പെങ്ങളാണ് പറഞ്ഞത്, അവളെ പറഞ്ഞു വിടണ്ട, വേലക്കാരിയായി ഇവിടെ നിന്നോട്ടെ എന്നുള്ളത്. ഓക്കെ, എന്നാൽ മോള് ചെല്ല് വേലക്കാരിയുടെ സ്ഥാനത്തേക്ക്. ഇനിയൊരിക്കലും എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കയറി വരണമെന്നില്ല. അവൾ ശരിക്കും ഞെട്ടിപ്പോയി ഭർത്താവിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ. നിങ്ങൾ അതേടി, എന്താ ഇനി ഇവിടെ നിൽക്കാമെന്നാണല്ലേ? നാണക്കേട് ഇല്ലേന്ന്? നാണം കെട്ട വർഗ്ഗമല്ലേ, പിന്നെ ഇപ്പം എങ്ങനെ? അത്രക്കും ആളുകളുടെ ഇടയിൽ നാണം കെട്ട് അവളെ നാണം കെടുത്തിയിട്ട് ഇപ്പോൾ കയറി വന്നിരിക്കുന്നു വീണ്ടും. നിനക്ക് പോകണമെങ്കിൽ പോകാം, നിന്നെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. അതോ ഇവിടെ കിടക്കണമെങ്കിൽ കിടക്കാം എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു പക്ഷേ നിനക്ക് നല്ലതിനാവില്ല. നീ പോയിക്കോ. ഉമ്മയാണ് നിന്നെ കൊണ്ടതെന്ന് വെച്ചാൽ നീ പോയിക്കോ, ഉമ്മാൻ്റെ കൂടെ പോയി കിടക്ക്, ഉമ്മാക്കുള്ളത് ചെയ്ത് കൊടുക്ക്, ചെല്ലേ. അവൾ ഭയത്തോടെ ആ ഒരു ചെയറിൽ നിന്ന് എഴുന്നേറ്റു വിറച്ചുകൊണ്ട്. എന്താടി? എൻ്റെ നിസ്കാരക്കുപ്പായം അത് എൻ്റെ ഈ റൂമിലുള്ള പെണ്ണിന് വേണ്ടി വാങ്ങി വെച്ചാണ് ഞാൻ. നിസ്കാരക്കുപ്പായവും ഡ്രസ്സുകളും കാര്യം ഇവിടെ നിൻ്റേതായിട്ടൊന്നുമില്ല. നിനക്ക് വേണ്ടതെല്ലാം ഉമ്മ തരും, ചെല്ലങ്ങട്ട്. അവൾ പതുക്കെ എഴുന്നേറ്റു.
അതാ റൂമിന് പുറത്തേക്ക് ചെല്ലാനല്ലടി പറഞ്ഞത്. നടക്കങ്ങോട്ട്. അവൾ പതുക്കെ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് പോയി. എന്താടി നിനക്ക് ഇറങ്ങാൻ ഒരു പ്രയാസം? അവൻ ആ റൂമിൽ നിന്ന് പതുക്കെ അങ്ങ് തള്ളി മാറ്റി. ഇതാണ് വേണ്ടത്, അടച്ചു കുറ്റിടുക. വല്ലാത്തൊരു ശല്യം. ഇത് എത്ര കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് റബ്ബർ പന്ത് പോലെ അടിക്കുകയാണല്ലോ. ഈ ഉമ്മാൻ്റെ ഒരു സ്ഥിതി എന്താണിത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഉമ്മ? എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. എന്തിനു വേണ്ടിയിട്ടാണ് ഉമ്മ ഇത്രമാത്രം റിസ്ക് എടുത്ത് അവളെ കൊണ്ടുവന്നത്? അതാണ് എനിക്ക് അറിയാൻ പറ്റാത്തത്. എന്നാൽ അവൾ കോണിപ്പടികളിൽ ഇരുന്നു, താഴോട്ടിറങ്ങിപ്പോയില്ല. വാതിലടക്കുന്ന ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അതാ ഉമ്മ താഴേന്ന് വിളിച്ച് പറയുന്നു, ആ വാതിലട പൊളിച്ചാളജെ. എന്താന്നില്ലേ, അതൊന്ന് വെച്ചിട്ട് അതിനകത്തും കൂടി ആയിട്ടില്ല, ഒന്നുണ്ട് പൊളിച്ചായിട്ട് ഒന്ന് മെല്ലെ അടിച്ചുകൂടെ എനിക്ക്. ഉമ്മ ചീത്ത പറയുന്നത് അവനെയാണ്. എൻ്റെ പൊന്നാര ദിൽഷാദ്, എനിക്കെന്ത് പിരാന്തുണ്ടോ? വാതിലുണ്ട് പൊളിച്ച പേരെന്നുണ്ട് കുലുങ്ങി. എന്താന്നില്ലേ ഓൻ്റെ ഒരു കാട്ടിക്കൂട്ടല്. എന്നാൽ ഉമ്മ താഴെ നിന്ന് പറയുന്നു. അവൻ അത് കേൾക്കുന്നു. കോണിപ്പടികളിൽ ഒന്നും അറിയാതെ നൂറ് ഇരിക്കുന്നു. ദിൽഷാദ് തന്നെ പുറത്താക്കിയതും പുറത്തേക്ക് ഉമ്മയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞതും ഒന്നും അവൾ അവിടെ മിണ്ടാതെ അവൾ ക്ഷമിച്ച് സഹിച്ചിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചു. ബാപ്പയുടെ സ്വഭാവം, അതൊരിക്കലും ബാപ്പയുടെ കൂടെ നിൽക്കുക എൻ്റെ ഉമ്മാക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ബാപ്പ ചീത്ത പറഞ്ഞിട്ടും ഉണ്ടാക്കിയിട്ടും. ഇനിയിപ്പോൾ ഞാനും കൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ബാപ്പ എന്നെ തല്ലിക്കൊല്ലരായിരിക്കും. സാരല്ല, എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ കഴിയുക. റബ്ബേ, ഉമ്മാക്കെങ്കിലും എന്നോട് സ്നേഹം തോന്നിയാൽ മതിയായിരുന്നു. അവൾ ആ കോണിപ്പടിയുടെ താഴെയുള്ള ആ പ്രതലത്തിൽ അവൾ ഒരുപാട് സമയം ഇരുന്നു. ദിൽഷാദ് റൂമിലാണ്, ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെ ചിരിയും കളിയും ഒക്കെ ഉണ്ട്. സാരല്ല, ആയിക്കോട്ടെ. വാതിലടച്ചു കുറ്റിയിട്ടിരിക്കുന്നു. പാവം നൂറ, അവൾ അവിടെ ഇരുന്ന് തേങ്ങിക്കരഞ്ഞു. ഒരു നിമിഷം അവൾക്ക് തോന്നി, റബ്ബേ, എന്തിനാണ് റഹ്മാനെ ഇങ്ങനൊരു ജീവിതം എനിക്ക് എന്ന് വരെ. എന്നാൽ അന്ന് അവൾ പുലരുവോളം ആ കോണിപ്പടിയുടെ ആ തണുപ്പിലാണ് കിടന്നത്. അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീണു. 4 മണിയായപ്പോൾ ഉമ്മ എഴുന്നേറ്റിട്ടുണ്ട്. ലൈറ്റ് ഇട്ട് ബാത്റൂമിൽ നിന്ന് വെള്ളമൊഴുകുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. നൂറ് ഒരു നിമിഷം പിടഞ്ഞെണീറ്റു. അല്ലാ, ഉമ്മ എണീറ്റോ? പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യാം. പക്ഷെ നിസ്കാരക്കുപ്പായം പോലും തന്നില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ശരീരമൊക്കെ വേദനിക്കുന്നു. കാരണം ആ മാർബിളിൻ്റെ പ്രതലത്തിൽ കിടന്നപ്പോൾ നന്നായിട്ട് തണുപ്പേറ്റിട്ടുണ്ട്. ഒരു പുതപ്പിൻ്റെ കഷ്ണം പോലുമില്ല. പുറത്താണെങ്കിൽ അതാ തോരാ മഴ പെയ്യുകയാണ്. നൂറ അവിടെ നിന്ന് എഴുന്നേറ്റു. പതുക്കെ ഇറങ്ങി, കാലുകളൊക്കെ വേദനിക്കുന്ന പോലെ. അവളെ ഡൈനിങ് ഹാളിൽ കണ്ടതും ഉമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഒപ്പായിരുന്നു. മോളെണീറ്റോ? ശരി. മോളെ, അതെന്തേ മോളെ, അവിടെ നിന്ന് നിസ്കരിച്ചുകൂടായിരുന്നോ? ഇപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടീനയ്യേ. അവിടെ നിന്ന് തന്നെ എനിക്ക് ഊതുണ്ടാക്കി നിസ്കരിച്ച് കാണ്ട് അവിടെ കുറച്ച് ഇരുന്നൂടെ, കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഇറങ്ങിയാൽ പോരെ. ഇത്രയും നേരത്തെ ഇറങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ. എന്നാൽ അവൾ പറഞ്ഞു, അതിനെന്തുമ്മ, ഇവിടെ നിസ്കരിക്കാം. അവൾ ഒന്നും പറഞ്ഞില്ല ഉമ്മയോട്, പരിഭവവും പരാതിയുമൊന്നും. പാവം നൂറ, അവൾക്ക് 2 വീട്ടിലും കഷ്ടപ്പാട് ആയതുകൊണ്ട് തന്നെ അവൾ ഒരിടത്തെങ്കിലും ഇവിടെ ഈ ഉമ്മയുടെ സ്നേഹത്തണലിലെങ്കിലും ജീവിക്കാമെന്ന് അവൾ വിചാരിക്കുകയാണ്. അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി ഉളൂഹ് ചെയ്തു അതാ നമസ്കരിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ, മോളെ നൂറ, നിസ്കരിച്ച് പോന്നൂടെയിരുന്നോ മോളെ? അല്ലെങ്കിൽ അതവിടെ ഉണ്ടല്ലോ നിസ്കാരക്കുപ്പായം, ഇതെടുത്ത് മോൾ നിസ്കരിച്ചോ. അങ്ങനെ ഏതാ ഉമ്മ നൽകിയ ആ ഒരു നിസ്കാരക്കുപ്പായം അത് അവൾക്ക് കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമായി. അതെ, തൻ്റെ ഭർത്താവ് ദിൽഷാദ് അതൊന്നും തരില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? സാരല്ല. പക്ഷേ താഴെ 3 ബെഡ്റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നിലും ഉമ്മയാണ്, ബാക്കി 2ഉം ഫ്രീ ആണ്. ഫൗസിത്ത് വരുമ്പോഴും താഴെയാണ് കിടക്കാറുള്ളത്, എങ്കിലും ഒരു റൂം ഫ്രീ ഉണ്ട്. അവൾ ആ റൂമിലേക്ക് ചെന്നു. ആ റൂമിൽ കൂടുതലായിട്ട് തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. അതിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ഒരു നിമിഷം അവൾ വിചാരിച്ചു, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന റൂമിലൊന്നും ബാത്റൂം ഉണ്ടാകുന്ന അത്ര നല്ലതൊന്നല്ല. എങ്കിലും അവൾക്ക് ആ റൂം കിട്ടിയപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. കാരണം ഒരിക്കലും ഭയപ്പെടുത്തുന്ന മുഖമുള്ള ആളുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു
റൂമിനേക്കാൾ എത്രയോ നല്ലതാണ്. എന്നാൽ ആ ഒരു അലമാരയുടെ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും അവളുടെ മനസ്സ് നിറഞ്ഞു. എൻ്റെ റബ്ബിൻ്റെ ഖുർആൻ ഷരീഫ് അവിടെയുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അതാ നൂറ അവിടെ നിന്ന് തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം പടച്ച റബ്ബിലങ്ങ് അവൾ അർപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ എൻ്റെ എല്ലാ കാര്യവും അറിയുന്നതാണല്ലോ റബ്ബേ. 2 വീട്ടിലും എനിക്ക് സ്വാതന്ത്ര്യമില്ല അല്ലാ. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് നീയുണ്ടല്ലോ, നീ മതിയല്ല. ഈ ഉമ്മയുടെ സ്നേഹം എന്ന് നിലനിർത്തി തന്നാൽ എൻ്റെ പടച്ച റബ്ബേ, ഞാനിവിടെ ജോലിക്കാരിയായിട്ട് തുടർന്നോളാം. അത് മതി എനിക്കല്ല. നിന്റെ കാവൽ, നിന്റെ കരുണാ കടാക്ഷം മാത്രം മതി, എനിക്ക് ആരും വേണ്ട. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അതെ, പടച്ച റബ്ബിൻ്റെ മുമ്പിലേക്ക് അവൾ ഖുർആൻ ഷരീഫ് എടുത്ത് അതാ പാരായണം ചെയ്യുവാൻ വേണ്ടി തുടങ്ങുന്നു. അവൾ ഖുർആൻ ഓതി തുടങ്ങുകയാണ്. അതിനിടയിൽ അതാ പള്ളിയിൽ നിന്ന് മനോഹരമായ ബാങ്കൊലി കേൾക്കുകയാണ്. ഒരു നിമിഷം അവൾ ആ ബാങ്ക് കേട്ടപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. അതെ, ശരിക്കും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടല്ലോ. അവൾ ഓരോ ബാങ്കൊലിക്കും അതാ അതിൻ്റെ ജവാബ് ചൊല്ലിക്കൊണ്ടിരുന്നു. എന്തെന്നറിയില്ല, പടച്ച റബ്ബിനെ നേരിട്ട് കാണുന്ന ഒരു ഫീലാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അവൾ ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്തു. അവൾ അതാ സുന്നത്ത് നമസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങി. അത് കഴിഞ്ഞ് ഫർള്, പിന്നീട് വീണ്ടും ഖുർആൻ പാരായണം. തലേ രാത്രി ഹദ്ദാദ് എല്ലാ ദിവസവും ചൊല്ലാറുള്ളതായിരുന്നു. അത് ചൊല്ലിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ സമയം തന്നെ അതും ചൊല്ലി. അത് ഉമ്മയുടെ ആ ഒരു ഏടുകൾ അതും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കണ്ട തസ്ബീഹ് മാല അത് അവൾക്ക് ഏറെ ആശ്വാസം പകർന്നു. അവൾ അവളുടെ ഖബറിലേക്ക് വേണ്ടി തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ദിവസവും ചൊല്ലി വെക്കാറുള്ള 100 പ്രാവശ്യം അതും ചൊല്ലി വെച്ചു. മുത്ത് ഹബീബിൻ്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലി വെച്ചു. അങ്ങനെ അവളുടെ ആ ഒരു രാവിലത്തെ കർമ്മങ്ങളെല്ലാം അത് പൂർത്തിയാക്കി അവൾ നേരെ അടുക്കളയിലേക്ക്. അടുക്കളയിൽ ചായപാത്രത്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ ഉമ്മ, മോളെ നൂറ. ആ ഉമ്മ, ആ എന്തിനാ മോളെ ഇപ്പം തന്നെ അടുക്കളയിൽ ഇറങ്ങണേ? ഇവിടെ കുറച്ചു നേരം കിടന്നോ. ഉമ്മ, അത് വേണ്ട. ആ ബെഡിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉമ്മ പറയുമ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. പഠിച്ചോനെ, ഒരു ഭാഗത്ത് സ്നേഹനിധിയായ ഉമ്മ, ഒരു ഭാഗത്ത് തന്നെ കടിച്ചു കീറാനൊരുങ്ങുന്ന ഭർത്താവ്. അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മക്ക് ചായ കൊണ്ടുവരട്ടെ? എൻ്റെ പൊന്നാര മോളെ, ഇജ്ജെന്താ ഇവിടുത്തെ വേലക്കാരത്തിയ? എനിക്ക് ചായയും വെള്ളമൊക്കെ കൊണ്ടുതരാൻ? ഇജ്ജിൻ്റെ മോളാണ്, എന്നെ മോളെപ്പോലെയാണ് ഞാൻ കരുതുന്നത്. ഇജ്ജ് ഒരിക്കലും ഇനി ഇവിടുത്തെ പണി എന്തൊന്നും ഒന്നായിട്ട് എടുക്കരുത് കേട്ടാ. എനിക്കത് ഇഷ്ടമില്ല. എടുക്കുകയാണ് ഞമ്മക്ക് രണ്ടാക്കും കൂടി എടുക്കുക. ഇജ്ജിൻ്റെ മോളാണ്, എന്നെ മരുവോള രീതിയിലല്ല ഞാൻ കാണുന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട അമ്മായിമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നൂറയുടെ ഹൃദയം അലിഞ്ഞു പോയി. അവൾ എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മ, മോളെ, അല്ല എന്തേലും അന്തിക്കോട് വലിയ ഒച്ചപ്പാട്? വാതിൽ പൊളിച്ചേനോ? ദിൽഷാദിൻ്റെ സ്വഭാവം വെച്ച് കാര്യമാക്കണ്ട. ഏതായാലും അങ്ങനെ കഴിഞ്ഞു പോയിക്കൂടി, എന്താ ഇപ്പം ചെയ്യുക? നമുക്ക് അങ്ങനൊന്നല്ലേ, നല്ല സ്വഭാവമൊക്കെ തന്നെ, എന്താ പറ്റിയതാവും. ഇനിയിപ്പോൾ ഫൗസിയ കയറി വന്നാലും പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോളായിട്ട് പറയല്ല, ഓള് വന്നാൽ എനിക്ക് ഒരു പൊറുതിയേടാണ്. എന്താ അറിയില്ല, ഓൾ ഈ തൊട്ടതും നനഞ്ഞതും മുഴുവൻ ഈ ഒരു നെഗറ്റീവായി ചിന്തിച്ചിട്ടേ അതാണ്. പഠിച്ചവനെ, ഞാൻ വിചാരിച്ചു ഓളെ നിൽക്കൂല. അവിടെ ഓള് മൂത്തച്ചാളുണ്ട്, ഇളച്ചിയാളുണ്ട്, അവിടുത്തെ പണിയെടുക്കാനാവില്ലാന്ന് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വരുമ്പോൾ കിടന്നുറങ്ങലും. ഇപ്പം ഞാൻ പറയും, ഓൻ ഇവിടെ ഉണ്ടായിക്കണെന്ത്, ഓൻ ഇപ്പോൾ ദുബായിലും അല്ലേ, അപ്പോൾ പിന്നെ തീരെ ഒരു ഇതുമില്ല. അല്ലെങ്കിൽ ഒന്നുകൊണ്ട് കൊണ്ടേ കിട്ടിയാൽ മതിയേനോ ഈ ഒരു സ്വഭാവത്തിൽ. എന്നാലും ഉണ്ടാവും ഒരു നല്ല മട്ടത്തിന്. ഇവിടെ വന്ന് കാണുമ്പോൾ അങ്ങക്ക് എന്താ ചെയ്തേണ്ടത്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ. അതൊന്നല്ല, പഠിപ്പിച്ച ഓരോരുത്തരോരെ പഠിപ്പിച്ച ഇതാണ്. ഫൗസി അങ്ങോട്ട് കയറി വരാഞ്ഞാൽ തന്നെ ഇവിടെ ഒരു സുഖമാണ്. ഉമ്മ, അവർ വന്നോട്ടെ, അവർ കൂടി വീടല്ലേ ഇത്. മോളെ, എൻ്റെ മനസ്സ് ഇങ്ങനെ ആയതുകൊണ്ട് തിരക്കിടില്ല. അന്നപ്പോൾ എത്രയോ ഓള് ഓരോന്നും പറഞ്ഞിട്ട് ഒന്നും കാര്യമാക്കണം. അവൾക്ക് അങ്ങനെ ഒരു അസുഖം കൂട്ടിയാൽ മതി കേട്ടാ. എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു അസുഖയിക്കും, അല്ല അപ്പം എന്താ പറയുക. അങ്ങനെ അതാ ഉമ്മ നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ്. ഉമ്മ അവിടെ ഇരുന്നോളി, ഞങ്ങൾക്ക്. അല്ല മോളെ, നടക്കി, നമുക്ക് രണ്ടാക്കും പോവും അടുക്കളയ്ക്ക്. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക? പത്തിരി ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക, എന്താ ഉണ്ടാക്കുക? ഉമ്മ,
ദിൽഷാദിന് ഇപ്പം ഇഷ്ടം ഓന് നല്ലൊന്നും പത്തിരിയും നല്ല കോഴിക്കറിയും അതൊക്കെ നല്ല വറുത്തരച്ച കറിയും ഇതൊക്കെ തന്നെ ഇക്കാരം. ഫൗസിയത് വിളിച്ചണ്. ഹലോ. ആ ഞാൻ പോയി കൊടുന്നു. എന്തിയേ? ഞാനും ഓളും അടുക്കളയിലേ ഓരോന്ന് എടുക്കുകയാണ് ഇവിടെ. പിന്നെ ഇപ്പം എന്താ, ഓള് 4 മണിക്ക് നീച്ചിക്കണ്. ഞാൻ പറഞ്ഞു എന്തിനാ പൊന്നാരം മുളജിപ്പത്തന്നെ നീച്ചുങ്ങാണ്ട് അടുക്കളയ്ക്ക് പോകണം, എനിക്ക് കുറച്ചൊന്നും ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അതെങ്ങനെ ശീലമായിക്കോളി, ഓളുള്ള ഇഷ്ടത്തിന് എടുത്തോട്ടെ. നിങ്ങൾക്ക് കാലുവേദനയൊക്കെ അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ഓളെ പിന്നാലെ നടക്കാൻ നിൽക്കണേ? നിങ്ങൾക്ക് അവിടെ ഒരു ഭാഗത്ത് ഓതി ഇരുന്നൂടെ? എന്ത് കാര്യത്തിന്? ഓൾ അടുക്കളയത്തെ പണിയൊക്കെ എടുത്തോളേ. പിന്നെ ദിൽഷാദിന് ഏതായാലും ഓളെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ അവനോട് വിളിച്ച് നോക്കട്ടെ വിചാരിച്ച് നിൽക്കേനെ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വിളിച്ചാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, ആണ്ട് വിട്ടു കഴിഞ്ഞാൽ പോയി കൊടുത്താളേ. പെരിയിൽ ഏതായാലും പണിക്കൊരു പെണ്ണിനെ വേണം, ഓൾ ആദ്യം തന്നെ അവിടെ നിന്നോട്ടെ. എന്നാൽ ഫൗസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാര ഫൗസിയ, എനിക്കിപ്പോൾ ഇന്നെത്തിച്ചിട്ട് കാലിന് അസുഖമൊന്നുമില്ല. അത് ഇടയ്ക്കൊക്കെ ഒന്ന് വരും, പിന്നെ കുറച്ചൊക്കെ വയസ്സും പ്രായമാകുമ്പോൾ എല്ലാവർക്കും വരും ഓരോ അസുഖമൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഇവിടെ പണിക്കാരത്തിയായി കൊടുന്ന് നിർത്തിയിക്കല്ല, മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ മോളെ സ്ഥാനത്താണ് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും, അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ ഇപ്പോൾ വേറെ ഒരു നിലക്കുമല്ല ഞാനുള്ളൊരു മരുവോളെ സ്ഥാനത്ത് പോലും കാണുന്നില്ല. എൻ്റെ മോളാണോള്. ഉമ്മാക്ക് തുടങ്ങി. ഇനിയിപ്പോൾ ഓള് വന്നാൽ എപ്പോഴും ഓളൊരു പോരിശ പറലേക്കാരം. പൊന്നാര ഫൗസിയ, അവിടെ ഉള്ള എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാൻ നോക്ക്. രാവിലെ തന്നെ വിളിച്ച് ഏഷനും പരദൂഷണും വരാൻ വിളിച്ചിട്ട് ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയാണ് അതെല്ലാം പറഞ്ഞത്. പിന്നെ ആ പെണ്ണിൻ്റെ മുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞ് വിളിച്ചല്ലേട്ടാ. നമ്മൾ എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. എൻ്റെ അവസ്ഥയാണെങ്കിലോ ഇത്. ഏതായാലും എനിക്ക് നല്ലൊരു സ്നേഹമുള്ള പുതിയാപ്പെണ്ണിനെ കിട്ടിയിരിക്കണല്ലോ, അതന്നെ വലിയ കാര്യം. ഈ പെണ്ണിനോ അതില്ല, പെണ്ണ് പാവാണ്. ഇനി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിളിച്ചാൽ നിൽക്കണ്ടോളൂ, ഇവിടെ നിന്നോട്ടെ, നല്ല പണിയെടുപ്പിച്ചോണ്ടി. വെറുതെ നിൽക്കുകയാണെങ്കിലും. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. പഠിച്ചവനെ, ഇങ്ങനത്തിനാണല്ലേ ഞാൻ പറ്റത്. എന്നാൽ ഈ സമയം തന്നെ ദിൽഷാദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. ദിൽഷാദ് എണീറ്റിട്ടില്ലേ? ഞാൻ ഇല്ല. എന്താ? പൊന്നാര ചങ്ങ, എനിക്ക് നീച്ചൊന്ന് നിസ്കരിച്ചൂടെ? എൻ്റെ പുതിയണ്ണ് 4 മണിക്ക് നീച്ച് അടുക്കളയിൽ എത്തിക്കണ പറഞ്ഞിട്ടോ. ഓൾ അടുക്കളയിൽ പോവുക എന്ത്? ഉമ്മല്ലേ കൊണ്ടുവന്നത്, ഉമ്മന്നെ മാനേജ് ചെയ്തോട്ടെ. ദിൽഷാദേ, അല്ല ഒന്ന് ചീത്തൊന്നും പറഞ്ഞിട്ട് അവിടെ നിന്നോട്ടെ, പണിയൊക്കെ എടുക്കുന്നുണ്ടാവും. നല്ലോണം എടുക്കണ പണിയെല്ലാം വൃത്തിയിൽ എടുക്കണുണ്ട്. എൻ്റെ പൊന്നാർ, ഒന്ന് പോയി തരുമോ? ഈ ഒരു കേസ് പറയാതെ. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണിത്. പിന്നെ എന്തിനാ ഓളെ കാര്യം എന്നോട് ചോദിച്ചെന്ന്? അല്ലേ, ഇന്നലെ എവിടെയാണ് കിടന്നീൻ്റെത്? ഒന്ന് ഈ രാവിലെ തന്നെ വിളിച്ച്. ദിൽഷാദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇജ് മൈൻഡൊന്നും ചെയ്യണ്ട. അന്നെക്കൊണ്ട് നമുക്ക് വേറൊരു കല്യാണം ഉണ്ടാക്കാം. ഇജ് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. ഫൗസിയ, ഈ എന്നോടിപ്പോൾ വേണ്ടാത്ത ഒന്നും പറയണ്ട. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സെറ്റാണിടി. സത്യം പറയേ? പെണ്ണേ, അതെ. പിന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊന്നും വലിച്ചു കയറ്റാൻ നിൽക്കണ്ട കേട്ടോ പെരിയിൽ. ഒരു കുളം തോണ്ടും. വേണ്ടാത്തേ നിൽക്കണ്ട, കണ്ടറിഞ്ഞിട്ടൊക്കെ നിന്നാൽ മതി. പറഞ്ഞത് കേട്ടല്ലോ? പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേറെ പെണ്ണ് കിട്ടിയാലും നീ ഓളെയും പെണ്ണ് ശല്യപ്പെടുത്തോ? എൻ്റെ പൊന്നാര ദിൽഷാദെ, ഞാൻ ആരും ശല്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കലാണ്, ഉമ്മാക്ക് കാലുവേദനയാണ്, നിങ്ങൾ എല്ലാം ഇങ്ങനെ എടുത്ത് കാട്ടി കൊടുക്കണ്ട, എല്ലാവരും കൂടി ഒപ്പം എടുത്തോളി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ, നോക്കുക. എന്നാൽ ശരി. നീ എന്ത് രാവിലെ തന്നെ വിളിച്ചത്? ഒന്നുമില്ല, എൻ്റെ പെണ്ണുങ്ങൾ കെട്ടിയോളെ വന്നേക്കണം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതൊക്കെ ഉമ്മ കൊണ്ടുവന്നില്ലേ, ഉമ്മനെ മാനേജ് ചെയ്യട്ടെ. നിന്നോളെ കാര്യം ഞാൻ നോക്കൂല, എനിക്ക് തീരെ താല്പര്യമില്ല. ഉമ്മ എന്ത് കരുതിയിട്ടാണ് അവളെ കൊടുന്നതെന്നാവോ, അറിയില്ല. എന്നാലേ നമുക്ക് മറ്റേനെ കുറിച്ചൊന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കെയർ ഓഫിലൊരു കുട്ടിയൊക്കെ ഉണ്ട്, നല്ല പെണ്ണാണ്. ആരാണ്? എൻ്റെ നാത്തൂൻ കുട്ടിയെ, എൻ്റെ ചെറിയ നാത്തൂനെ. എന്താ? ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യമായിരുന്നു ഓളെ എൻ്റെ ആങ്ങളിനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളത്. അപ്പോഴേക്കും നിങ്ങളെ കല്യാണം നോക്കലും പറയലും ഉറപ്പിക്കലും കയ്യലും സുഖമില്ലാത്തൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടല്ലോ എല്ലാം കൂടി ആയില്ലേ. പിരാന്തത്തി അവിടെ ഉള്ളിടത്തോളം കാലം ഇനിയിപ്പോൾ നടക്കും തോന്നില്ല. പിരാന്തത്തിനെ പറഞ്ഞേക്കേണ്ടി വരും, അല്ലേ ഇജ്ജ് മൊഴി ചെല്ലേണ്ടി വരും, അല്ലേ അവിടെ നിർത്തേണ്ടി വരും.
അങ്ങനെയൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ 2 ഭാര്യമാരൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. ഉമ്മാക്ക് ഓളെ വലിയ ചക്കരയും പഞ്ചാരിയാണ്. എന്താണ് ഓളോടുള്ളൊരു ഇഷ്ടം. എന്നോട് വരെ അത്ര സ്നേഹമില്ല ഉമ്മാക്ക്. ഞമ്മക്ക് വേറെ ഒന്ന് നോക്കടാ. ഇജ്ജ് അതിനെ വിട്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അതവിടെ അടുക്കളക്കാരിയായി നിൽക്കട്ടെ. ഞമ്മക്ക് വേറെ നോക്കാം. ഫൗസിയ അതാ ദിൽഷാദിൻ്റെ ചെവിയിൽ നല്ല രീതിയിൽ മന്ത്രിച്ചു കൊടുക്കുന്നു ഫോണിലൂടെ. എന്തൊക്കെ തന്നെയായാലും എന്തായി തീരും നമ്മുടെ നൂറയുടെ ജീവിതം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.